ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 5 മാർക്ക് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഓൾറെഡി ആദ്യം ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം ടൈപ്പ് വരാൻ ചാൻസ് ഉള്ള പോർഷനാണ് പേ ബാക്ക് മെത്തേഡ് അല്ലെങ്കിൽ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ഒരു എമൗണ്ട് എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് അറിയാനായിട്ടൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലേ, എത്ര ഇയർ കഴിയുമ്പോഴാണ് നമ്മുടെ കയ്യിലേക്ക് ആ ഒരു ഫണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് തിരിച്ചു വരാന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് ഫേമിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. ഫേം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അവരുടെ ഫിക്സ്ഡ് അസറ്റ്സിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് എത്ര ടൈം എടുത്തിട്ടാണ് അല്ലെങ്കിൽ എത്ര ഇയർ എടുത്തിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു വരുന്നത് എന്നറിയുന്ന ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ അത് നോക്കുന്ന ഒരു മെത്തേഡാണ് പേ ബാക്ക് മെത്തേഡ് അല്ലെങ്കിൽ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ടൈപ്പ് അല്ലെങ്കിൽ രണ്ട് കേസിലാണ് പ്രോബ്ലം വരിക. ഒന്ന്, നമ്മുടെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ആവണം. ഒന്ന്, ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഒന്ന്, ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് അൺഈക്വൽ ആയിരിക്കും. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. ഒന്നിൽ ക്യാഷ് ഇൻഫ്ലോസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഒന്നിൽ എന്തായിരിക്കും, അൺഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി പേ ബാക്ക് പീരീഡ് കാണാനായിട്ടുള്ള ഇക്വേഷൻ, അതായത് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ ആണെങ്കിൽ പേ ബാക്ക് പീരീഡ് എങ്ങനെയാണ് കാണുക? പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് ഒറിജിനൽ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ്, അതായത് നമ്മൾ ആ ഒരു കോസ്റ്റിൽ എത്രയാണോ ഒറിജിനൽ ആയിട്ട് ചിലവാക്കിയിരിക്കുന്നത് ആ ഒറിജിനൽ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് ബൈ നമ്മുടെ ആനുവൽ ക്യാഷ് നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ്, നമുക്ക് അതിൽ നിന്ന് ഓരോ വർഷവും തിരിച്ചു കിട്ടിയിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോസ്. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ ആണെങ്കിൽ പേ ബാക്ക് പീരീഡ് എങ്ങനെയാണ് കാണാം? ഒറിജിനൽ കോസ്റ്റ്, ആ ഒരു പ്രോജക്റ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ് ബൈ ആനുവൽ നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ്. ഓരോ വർഷവും നമുക്ക് എത്രയാണോ ക്യാഷ് ഇൻഫ്ലോസ് അതിൽ നിന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പേ ബാക്ക് പീരീഡ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ ആയിട്ടുള്ളൊരു പ്രോബ്ലം നോക്കാം. ഈ ഒരു പ്രോബ്ലം നോക്കി നോക്കിയേ. എ പ്രോജക്റ്റ് ഇൻവോൾവ് എ ക്യാഷ് ഔട്ട്ലേ ഓഫ് 5 lakh ആൻഡ് ജനറേറ്റ് ക്യാഷ് ഇൻഫ്ലോ ഓഫ് 1 lakh ആനുവലി ഫോർ 7 years. കാൽക്കുലേറ്റ് പേ ബാക്ക് പീരീഡ്. അപ്പോൾ ഇവിടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയിരിക്കുന്ന ക്യാഷ് ഔട്ട്ലേ എന്ന് പറയുന്നത് എത്രയാണ്? 5 lakh ആണ്. എത്ര വർഷം? 7 years. ഓരോ വർഷവും 1 lakh വെച്ചിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പേ ബാക്ക് പീരീഡ് ആണ്. അപ്പോൾ ഇവിടെ ആനുവലി ഉള്ള എമൗണ്ട് 1 lakh എന്ന് പറയുന്നത് സെയിം ആണ് അല്ലേ? അപ്പോൾ പേ ബാക്ക് പീരീഡ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ ആ ഒരു പ്രൊജക്റ്റിലേക്ക് ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ള ഒറിജിനൽ കോസ്റ്റ് എത്രയാ? 5 lakh അല്ലേ? ആ 5 lakh ബൈ ആനുവൽ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ, ഓരോ വർഷവും നമ്മൾ കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 1 lakh വീതമാണ്. അപ്പോൾ ആ ഒരു 1 lakh, അപ്പോൾ 5 lakh ബൈ 1 lakh എന്ന് പറയുന്നത് 5 years ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്ത് വരുന്നത്? പേ ബാക്ക് പീരീഡ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മുടെ പ്രോജക്റ്റിന് കൊടുത്ത എമൗണ്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. 7 yearsന് 1 lakh വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ മൊത്തം പ്രൊജക്റ്റിൻ്റെ ആ ഒരു ഒറിജിനൽ കോസ്റ്റ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് പേ ബാക്ക് പീരീഡ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 5 lakh നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 5 years എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് തിരിച്ചു വരുന്നത്. ആ 5 year ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമൗണ്ട് തിരിച്ച് റിക്കവർ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറയണേ? കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. നമ്മൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് എടുത്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1 lakh ആണ്. ഇനി ക്യാഷ് ഇൻഫ്ലോസ് തന്നിട്ടുണ്ട്. നേരത്തെ ക്യാഷ് ഇൻഫ്ലോസിൽ 7 വർഷമായിരുന്നു. ആ 7 വർഷവും 1 lakh വെച്ചിട്ടാണ് നമുക്ക് ഇൻഫ്ലോസ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നോക്കി നോക്കിയേ, ഫസ്റ്റ് ഇയറിൽ നമുക്ക് 10,000 വന്നു, സെക്കൻഡ് ഇയറിൽ നമുക്ക് 15,000 വന്നു, തേർഡ് ഇയറിൽ 25,000 വന്നു, ഫോർത്ത് ഇയറിൽ 30,000 വന്നു, ഫിഫ്ത്ത് ഇയറിൽ 30,000 വന്നു. അപ്പോൾ 5 വർഷത്തെയാണ് നമുക്ക് ക്യാഷ് ഇൻഫ്ലോസ് തന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പേ ബാക്ക് പീരീഡ് കാണാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് എത്ര വർഷം എടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ എന്താണ് 1 lakh തിരിച്ചു കിട്ടണേന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇയറിൽ എത്രയാണ്? 10,000 ആണ് വന്നിട്ടുള്ളത്. സെക്കൻഡ് ഇയറിൽ, അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് പറ്റില്ല, സെക്കൻഡ് ഇയറിൽ എത്ര വന്നിട്ടുണ്ട്? 15,000 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്രയാവും? 25,000 ആയിട്ടുള്ളൂ. തേർഡ് ഇയറിൽ നമുക്ക് എത്ര വന്നിട്ടുണ്ട്? 25,000 വന്നിട്ടുണ്ട്. ഫോർത്ത് ഇയർ ആകുമ്പോൾ നമുക്ക് എത്ര വരും? 30,000 ആണ് വരിക. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 80,000 കിട്ടും. പക്ഷെ നമ്മൾ ഫിഫ്ത്ത് ഇയറിൽ എത്രയാണ്? 30,000 അല്ലേ? ഈ ഫിഫ്ത്ത്
ഇയറിൽ 30,000 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 1,10,000 വന്നു. അപ്പോൾ കൂടുതൽ വന്നു അല്ലേ? അങ്ങനെ കൂടുതൽ വരാതെ അതിന് തൊട്ട് മുന്നുള്ള ഇയറാണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ 5th ഇയറിൽ 1 lakh ആണെന്നുണ്ടെങ്കിൽ ആ 5th ഇയർ എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ 5th ഇയറിൽ കൂടുതൽ കാണുന്നുണ്ട്, 1,10,000 കാണുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ തൊട്ട് മുന്നിലെ ഇയർ എടുക്കുക. എത്രയായിരിക്കും? 4th ഇയർ ആണ് അല്ലേ? അപ്പോൾ ആ 4th ഇയർ എടുക്കുക. പിന്നെ കുറച്ച് മാസം കൂടി വന്നാലാണ് നമുക്ക് ബാലൻസ് ഉള്ള ഈ 1 lakhൽ ബാലൻസ് ഉള്ള എത്രയാണ് ബാലൻസ്? 20,000 കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടാണ് ആനുവൽ ഇൻഫ്ലോ വരണമെങ്കിൽ പേ ബാക്ക് പീരീഡ് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? ഡിഫറൻസ് ഉണ്ട്. പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് ഇയർ ബിഫോർ ഫുൾ റിക്കവറി, അതായത് നമ്മുടെ ഫുൾ റിക്കവറി ആവുന്നതിന് മുന്നുള്ള ഇയർ പ്ലസ് എന്തുകൂടി എടുക്കണം? അൺറിക്കവേർഡ് ആയിട്ടുള്ള എമൗണ്ടിലെ, അതായത് നമുക്കിനി കിട്ടാനുള്ള എമൗണ്ട് എത്രയാണ്? 20,000 ബൈ ക്യാഷ് ഇൻഫ്ലോസ് ഡ്യൂറിങ് ഇയർ. ആ പ്രീവിയസ് നമ്മുടെ ബിഫോർ ഫുൾ റിക്കവറി ഇയറിൽ വരുന്ന ആ ഒരു ക്യാഷ് ഇൻഫ്ലോസ് എത്രയാണോ അതെടുക്കണം. അപ്പോൾ ഇവിടെ എന്താണ്? 4th ഇയർ ആണ് നമ്മുടെ ഇയർ ബിഫോർ റിക്കവറി പ്ലസ് അൺറിക്കവേർഡ് എമൗണ്ട് എത്രയാണ്? 20,000 വരും. ഇവിടെ ക്യാഷ് ഇൻഫ്ലോസ് ഡ്യൂറിങ് ആ ഒരു ഇയർ 4th ഇയറിൽ എത്രയാണ് ക്യാഷ് ഇൻഫ്ലോസ്? 30,000 അല്ലേ? അപ്പോൾ ആ 30,000 എടുക്കുക. അപ്പോൾ ഇവിടെ 2/3 എന്ന് പറയുമ്പോൾ 8 months ആണ് അല്ലേ? അപ്പോൾ 4th ഇയർ 4 ഇയർ ആൻഡ് 8 months ആണ് വേണ്ടത് എന്ത് ചെയ്യാനായിട്ട്? ഈ ഒരു 1 lakh rupees റിക്കവർ ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഡിഫറെൻറ്റ് ഇയേഴ്സ് ആണ് തരണേന്നുണ്ടെങ്കിൽ ഏതൊരു പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മുടെ 1 lakh ആവണേന്ന് നോക്കുക. അപ്പോൾ അതിനേക്കാളും കൂടുതലാണ് നെക്സ്റ്റ് ഇയറിൽ വരണേന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് ബിഫോർ ആയിട്ടുള്ള ഇയർ എടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ഇനി കിട്ടാനുള്ള എമൗണ്ട് ബൈ ഈ ഒരു 4th ഇയറിൽ വന്നിട്ടുള്ള റിക്കവറി, ആ ഒരു എമൗണ്ട് കൂടി ക്യാഷ് ഇൻഫ്ലോസ് കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പേ ബാക്ക് പീരീഡ് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം നോട്ട് ചെയ്യുന്നത് വേണം. അതായത് നമുക്ക് ഓരോ വർഷവും വന്നിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടല്ലോ, ഈ ഇൻഫ്ലോസിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഇതിൽ വരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ക്യാഷ് ഇൻഫ്ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റാണ്. ആ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബിഫോർ ഡിപ്രിസിയേഷനും ആഫ്റ്റർ ടാക്സും ആണ്. അപ്പം നമുക്ക് ഈ വരുന്ന ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിപ്രിസിയേഷന് മുന്നുള്ളതും ടാക്സ് കഴിഞ്ഞിട്ടുള്ളതുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കിട്ടുന്ന നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബിഫോർ ഡിപ്രിസിയേഷന് മുന്നുള്ളതും ഡിപ്രിസിയേഷൻ ചെയ്യാതെയുള്ള പ്രോഫിറ്റും പക്ഷേ ടാക്സ് കുറച്ചിട്ടുള്ള പ്രോഫിറ്റ് ആണ് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യനിൽ എങ്ങനെ പറഞ്ഞിട്ട് തരാം? ഇന്നത് തന്നിട്ട് ഒരു ക്യാഷ് ഇൻഫ്ലോസ് തന്നിട്ടുണ്ട്. അപ്പോൾ 1 lakh ക്യാഷ് ഇൻഫ്ലോസ് തന്നിട്ട് ഇങ്ങനെ തരാം, ബിഫോർ ടാക്സ് ആൻഡ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ എന്ന് പറയാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ കളഞ്ഞിട്ടുള്ള എമൗണ്ട് എടുക്കുക, പിന്നെ ടാക്സ് എന്ത് ചെയ്യുക? കൂട്ടിയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിലാണ് ശരിക്കുള്ള ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് ഈ പേ ബാക്ക് പീരീഡ് കാണാനുള്ള ക്യാഷ് ഇൻഫ്ലോസ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ്, ക്യാഷ് ഇൻഫ്ലോസിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബിഫോർ ഡിപ്രിസിയേഷനും ആഫ്റ്റർ ടാക്സ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ പേ ബാക്ക് പീരീഡിൻ്റെ ക്വസ്റ്റ്യൻസ്. പേ ബാക്ക് പീരീഡിൻ്റെ ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഈ ഫോർമുലാസും അതുപോലെ തന്നെ ഈ ഒരു കാര്യം, ഈ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷനും ആഫ്റ്റർ ടാക്സ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഓക്കെയാണ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യട്ടോ.